നമസ്കാരം. ദൃശ്യവാർത്തകളിലേക്ക് സ്വാഗതം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സംവരണ വാർഡുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ മാനദണ്ഡപ്രകാരം പഞ്ചായത്തിലെ 5 വാർഡുകൾ ജനറൽ വാർഡുകളാകാൻ സാധ്യത. മുൻപ് തുടർച്ചയായി 2 തവണ സംവരണ വാർഡുകളായിരുന്നവയാണ് ഇത്തവണ ജനറലാകുന്നത്. പെരിയൻമല, വാഴക്കാല, ഇരുമ്പൂന്നിക്കര, മുട്ടപ്പള്ളി, പമ്പാവാലി എന്നിവയാണ് ജനറലാകുന്നത്. 5 വർഷമായി സംവരണ വാർഡായി തുടരുന്ന വാഴക്കാല വാർഡും ഇത്തവണ മാറും. 2 തവണ SC പുരുഷനും 3 തവണ SC വനിതയുമായിരുന്നു ഈ വാർഡിനെ പ്രതിനിധീകരിച്ചത്. ഇരുമ്പൂന്നിക്കര വാർഡ് മുൻപ് വനിതാ സംവരണമായിരുന്നു, നിലവിൽ SC പുരുഷനാണ്. മുട്ടപ്പള്ളി വാർഡ് നിലവിൽ ST പുരുഷനാണ്, മുൻപ് SC വനിതാ സംവരണമായിരുന്നു. പമ്പാവാലി വാർഡ് കഴിഞ്ഞ 2 തവണ വനിതാ സംവരണമായിരുന്നു, അതിനു മുൻപ് ST പുരുഷനായിരുന്നു. മുൻപ് SC പുരുഷനായിരുന്ന വാർഡ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണമായി മാറുമായിരുന്നു. ST സംവരണമുള്ള വാർഡ് വനിതാ സംവരണവുമാകും. ഈ മാനദണ്ഡമാണ് ഇല്ലാതാകാൻ പോകുന്നതെന്ന് പറയുന്നു. ആകെ 24 വാർഡുള്ള പഞ്ചായത്തിൽ 10 വാർഡുകളാണ് ജനറലായി മാറുന്നത്. കടുത്തുരുത്തി GVHSSൽ കടുത്തുരുത്തി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് സ്പീക്കർ സിസ്റ്റം സംഭാവന ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപിക ഡോക്ടർ U ഷംല, ബാങ്ക് പ്രസിഡന്റ് R ജയചന്ദ്രൻ, KK രാമചന്ദ്രൻ, ബാങ്ക് സെക്രട്ടറി PS ജയകുമാർ, രാമഭദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കടുത്തുരുത്തി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കോമ്പൗണ്ടിനോട് ചേർന്ന് തന്നെയാണ് കടുത്തുരുത്തി റീജിയണൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. സ്കൂളുമായി വളരെ വൈകാരികമായ ഒരു ആത്മബന്ധമാണ് ഞങ്ങൾ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിൻ്റെ ഏത് ആവശ്യങ്ങൾക്കും ടീച്ചർമാർ അഭ്യർത്ഥിക്കുന്നതനുസരിച്ച് പ്രതികരിക്കാൻ ഇതിൻ്റെ ബോർഡ്, അതിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ ജയചന്ദ്രൻ R തെക്കേടത്ത് ഉൾപ്പെടെയുള്ള ബോർഡ് അംഗങ്ങൾ പ്രത്യേകമായി കരുതൽ വയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മുടെ ടീച്ചർ ഷംല ടീച്ചർ നമ്മളോട് പ്രത്യേകമായി അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മൈക്ക് സെറ്റ് ബോക്സ് ഉൾപ്പെടെ വാങ്ങിക്കണമെന്നുള്ള അഭിപ്രായം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബോർഡ് അത് പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് അവർക്ക് ആ കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള പരിഗണന നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വാങ്ങി സ്കൂളിൻ്റെ ഒരു മീറ്റിംഗ് ടീച്ചർ വിളിച്ചു ചേർത്ത് അത് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. അതിന് മുമ്പായിട്ട് തന്നെ സ്പോർട്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓരോ വർഷവും നമുക്ക് കഴിയുന്നത്ര ഫണ്ട് നിയമപരമായി ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ബാങ്കിന് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. തുടർന്നും ആ തരത്തിലുള്ള ബാങ്കുമായി ചേർന്നുകൊണ്ട് ബാങ്കിൻ്റെ ഭരണസമിതി അനുവദിക്കുന്ന മുറയ്ക്കുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു നൽകുന്നതിന് ബാങ്ക് തയ്യാറാണെന്നുള്ള വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മികച്ച വിജയമാണ് കഴിഞ്ഞ വർഷം സ്കൂള് നേടിയിട്ടുള്ളത്. 100% വിജയം നേടിയിട്ടുണ്ട്. ഈ സർക്കാർ സ്കൂളിനെ നിലനിർത്തുക എന്നുള്ളത് നാട്ടുകാരോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ബാങ്കിൽ എന്ന നിലയിൽ ഞങ്ങളുടെയും കൂടി ഉത്തരവാദിത്വമാണെന്ന് ഞങ്ങൾ കരുതുകയാണ്. സ്കൂളിൽ കുട്ടികൾക്ക് അസംബ്ലി നടത്തുമ്പോഴും അതുപോലെ തന്നെ പ്രയർ നാഷണൽ ആന്തം ഒക്കെ നമുക്ക് ഒരു മൈക്കില്ലാത്ത വളരെയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ PSC പരീക്ഷ നടക്കുന്ന ഒരു സ്കൂളായതുകൊണ്ട് തന്നെ നമുക്ക് അനൗൺസ്മെൻറ്റുകൾ കൊടുക്കാനും ഒക്കെ ഏറെ പ്രയോജനപ്രദമായൊരു കാര്യമാണ്. വളരെയധികം സ്കൂളിൻ്റെ പേരിൽ സഹകരണ ബാങ്കിനോടുള്ള നന്ദി ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ നിലവിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. കൃഷിവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി സ്ഥലം മാറിപ്പോകുന്ന V വിഘ്നേശ്വരിയിൽ നിന്നും ചുമതല ഏറ്റെടുത്ത ശേഷം ജില്ലയിലെ വിവിധ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയായിരുന്നു കളക്ടർ. വിവിധ വകുപ്പുകളുടെ ഏകോപനം ഇതിനുവേണ്ടി കാര്യക്ഷമമായി നിർവഹിക്കും. വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം കളക്ടർ അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തിന്റെ സുഗന്ധവർജ്ജന ഉദ്യാനമാണ് ഇടുക്കി. അതുപോലെ തന്നെ ടൂറിസം രംഗത്തും ജില്ല മികച്ച സംഭാവനകൾ നൽകുന്നു. ഈ മേഖലകളിലെ വികസനത്തിന് പ്രാധാന്യം നൽകും. ഇടമലക്കുടി ഉൾപ്പെടെയുള്ള ആദിവാസി ഗോത്രമേഖലകളുടെ ഉന്നമനത്തിനും പ്രത്യേക ശ്രദ്ധ നൽകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാക്കുന്നേൽ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു P ജേക്കബ്, ഡെപ്യൂട്ടി കളക്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിനെ സ്വീകരിച്ചു. തുടർന്ന് ചേംബറിലെത്തി V വിഘ്നേശ്വരിയിൽ നിന്നും ചുമതല ഏറ്റെടുത്തു. സബ് കളക്ടർമാരായ അനൂപ് ഗാർഗ്, VM ആര്യ എന്നിവർ സന്നിഹിതരായിരുന്നു. ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു, വിവിധ വകുപ്പുകളുടെ ജില്ലാതല മേധാവികളടക്കമുള്ളവർ കളക്ടറെ സന്ദർശിച്ചു. ജില്ലയുടെ 42ാമത്തെ കളക്ടറാണ് ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. തിരുവനന്തപുരത്ത് ഹോമിയോപ്പതി വകുപ്പിൽ ചീഫ് മെഡിക്കൽ ഓഫീസറായ ഭാര്യ ഡോക്ടർ ശ്രീകല, മക്കളായ അഞ്ജലി, അരവിന്ദ് എന്നിവരും ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിനൊപ്പം എത്തിയിരുന്നു.
വളരെ സുന്ദരമായ പ്രകൃതിരമണീയമായ ഇടുക്കിയിൽ കളക്ടറേറ്റ് ചാർജ് എടുത്തതിന് വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഒട്ടേറെ സാധ്യതകളുള്ളൊരു ജില്ലയാണ് ഇടുക്കി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നമ്മുടെ ഇവിടുത്തെ നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി രമണീയത, ടൂറിസം പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെ നമ്മുടെ ആദിവാസികൾ ഉൾപ്പെടെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ അതിൻ്റെ ഒരു വികസന പ്രക്രിയയുടെ തുടർച്ചയിൽ ഒരു പങ്കാളിയാകാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കറിയാം, ഒരു ജില്ലാ കളക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ലാൻഡ് റെക്കോർഡ്സ്, അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ സംബന്ധമായ ഒരു നേതൃത്വത്തോടൊപ്പം തന്നെ അത് ഒരു ജില്ലയുടെ തന്നെ ഒരു സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്ക് മൊത്തത്തിലൊരു നേതൃത്വം നൽകാൻ പറ്റുക എന്നുള്ളത് വളരെ നമ്മുടെ സർക്കാർ സേവനത്തിൽ തന്നെ വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ഈ ജില്ലയിൽ പ്രവർത്തിക്കുന്ന വിവിധ വകുപ്പുകൾ, ആ വകുപ്പുകളുടെ ഒരു വളരെ എഫക്റ്റീവായ ഒരു കോർഡിനേഷനിലൂടെ നമുക്ക് കൂടുതൽ നിലവിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും പറ്റുമെന്ന് ഞാൻ കരുതുന്നു. ഇതിനകം തുടക്കം കുറിച്ച പദ്ധതികൾ അതിൻ്റെ അതേ ഊർജ്ജസ്വലതയോടെ നമ്മുടെ സഹപ്രവർത്തകരുടെ കൂടുതൽ പിന്തുണയോടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ നമുക്ക് ഇടുക്കി ഞാൻ വളരെ സാധ്യതയുള്ള ജില്ലയെന്ന് പറയുന്നതോടൊപ്പം ചില പരിമിതികൾ നമ്മുടെ മുന്നിലുള്ള കാര്യം അറിയാം. നമ്മുടെ ഈ ന്യൂസ് ബ്യൂറോ തൊടുപുഴ. പാലായിൽ ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ ഡോക്ടർ അറസ്റ്റിലായി. 70-കാരനായ ഡോക്ടർ രാഘവനാണ് പിടിയിലായത്. ഇന്നലെയാണ് സംഭവം ഉണ്ടായത്. മലബന്ധത്തെ തുടർന്ന് ചികിത്സയ്ക്കായി ഡോക്ടറുടെ ക്ലിനിക്കിലെത്തിയ 23-കാരിയായ പെൺകുട്ടിയോട് ഇയാൾ അപമര്യാദയായി പെരുമാറുകയായിരുന്നു. പെൺകുട്ടിയുടെ വസ്ത്രമഴിച്ച് പരിശോധിക്കുകയും ശരീരഭാഗങ്ങളിൽ ഇയാൾ സ്പർശിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. കുട്ടിയുടെ വീട്ടുകാർ പാലാ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ ഇടുക്കി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VS അച്യുതാനന്ദൻ അനുസ്മരണം നടത്തി. തടിയമ്പാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി CPIM ജില്ലാ സെക്രട്ടറി CB വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ ഇടുക്കി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തടിയമ്പാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. KSKTU ഏരിയ പ്രസിഡന്റ് സിബി മാത്യു അധ്യക്ഷത വഹിച്ച യോഗം CPIM ജില്ലാ സെക്രട്ടറി CB വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് ജില്ലയിൽ കല്ലായി പീടിയുടെ ചെന്നൈയിലിരുന്ന് 5 സഖാക്കളാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുത്തുന്നത് സംബന്ധിച്ചാണ് ഒരു പീഡിക തിണ്ണയിലിരുന്നുകൊണ്ടാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KG സത്യൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അഭിവാദ്യമർപ്പിച്ച് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉഷാ മോഹനൻ, ബാബു മനത്തൂർ, MK അനീഷ് എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ നിലപാടുകളിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് രണ്ടായി പ്രവർത്തിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹത്തായ സമ്മേളനത്തിൽ നിന്നും ഒരു ന്യൂനപക്ഷമായ 32 സഖാക്കൾ ആ സമ്മേളനം ബഹിഷ്കരിച്ച് ഇറങ്ങി വന്നതിനൊപ്പം നിന്ന വളരെ. ന്യൂസ് ബ്യൂറോ ഇടുക്കി. കൂത്താട്ടുകുളം ഖാദി ഗ്രാമസൗഭാഗ്യ ഷോറൂമിൽ ഓണം ഖാദി മേള MLA അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഖാദി ബോർഡ് മെമ്പർ K ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ചിറ്റേത്ത് നിർവഹിച്ചു. കൂപ്പൺ വിതരണത്തിൻ്റെ ഉദ്ഘാടനം മുൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയി കുഴൽനാട്ടലിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ചടങ്ങിൽ മിമിക്രി കലാകാരനായ ബിൽബിൻ ഗിന്നസ്, കൂത്താട്ടുകുളം പ്രസ് ക്ലബ് സെക്രട്ടറി സുനീഷ് മണ്ണത്തൂർ, ബിജു പൊയ്ക്കാടൻ എന്നിവരെ ആദരിച്ചു. എറണാകുളം ജില്ലാ പ്രോജക്ട് ഓഫീസർ ഷിയാബുദ്ദീൻ, MA ഷാജി, തൊമ്മച്ചൻ തേക്കുംകാട്ടിൽ, MM അശോകൻ, PC ഭാസ്കരൻ, അഡ്വക്കേറ്റ് രാമൻ മാസ്റ്റർ, KR സോമൻ, KM സുജാത, KJ സ്കറിയ, ലിജി തോമസ് എന്നിവർ സംസാരിച്ചു. തീർച്ചയായിട്ടും ഞാനടക്കം നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നത് ഇവിടെ പ്രതിപാദിച്ചതുപോലെ ഖാദി ഉൽപ്പന്നങ്ങളുടെയും പ്രോത്സാഹനം, അതിന് തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാവേണ്ടതിൻ്റെ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ഒരു പരിപാടിക്ക് ലളിതമായൊരു ചടങ്ങാണ്. പക്ഷേ ഈ ചടങ്ങ് ചെയ്യുമ്പോൾ ഖാദി എന്ന പ്രസ്ഥാനത്തെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാവുക എന്നതാണ്.
ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു അനേകരുടെ അധ്വാനം ഉണ്ട് എന്ന് നമുക്കറിയാം. ഖാദി മേഖല പലതരത്തിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്, കാലങ്ങളായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. അവരുടെ മുദ്രാവാക്യം എനിക്കും വേണം ഖാദി എന്നാണ് ഇപ്പോഴത്തെ മുദ്രാവാക്യം. അന്നത്തെ മുദ്രാവാക്യം ഖാദി പഴയ ഖാദിയല്ല. ആ മുദ്രാവാക്യം ഞങ്ങൾ മാറ്റി ഖാദിയുടെ എല്ലാ പരിപാലനയും പരിശുദ്ധിയും നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ തലമുറയെ ഖാദിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി പുത്തൻ വസ്ത്ര സംസ്കാരം നമ്മൾക്ക് ഇവിടെ നിലനിർത്തുന്നുണ്ട്. മറ്റൊന്ന്, എനിക്കും വേണം ഖാദി. ജനങ്ങൾ പറയാണ് എനിക്കും വേണം. അങ്ങനെ എനിക്കും വേണം ഖാദി എന്ന് പറയുന്ന മനോഹരമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് 100 കോടി രൂപയാണ് ഈ ഓണ സമയത്ത് വിറ്റുവരവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ 100 കോടി രൂപ ഞങ്ങൾക്ക് വിറ്റുവരവ് കിട്ടുകയാണെങ്കിൽ മദ്യനയത്തിനെതിരെ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ മദ്യനയം എന്നത് ജലരേഖയായി മാറുന്നത് ദൈനംദിന വാർത്തകളിലൂടെ മലയാളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. റേഷനരി വാങ്ങാൻ വിരൽ പതിപ്പിക്കണം, എന്നാൽ മദ്യം പടിക്കൽ എത്തിച്ചു നൽകും. ഇത് ശരിയായ നിലപാടല്ലെന്നും ആരോഗ്യത്തിന് ഹാനികരമായ ഒരു വസ്തുവിനെയും വീടുകളിലേക്ക് എത്തിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന് സർക്കാർ കൂട്ടുനിൽക്കരുത്. സർക്കാരിൻ്റെ മദ്യനയം വികലമാണെന്ന് CPI തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ നയം കുടുംബാന്തരീക്ഷത്തെ അപകടത്തിലാക്കും. അതുകൊണ്ട് നയം തിരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഫേസ്ബുക്കിലൂടെ ഓർത്തഡോക്സ് സഭാധ്യക്ഷനാണ് നിലപാട് അറിയിച്ചത്. എറണാകുളം അതിരൂപതയുടെ കീഴിലുള്ള വൈക്കം ഫൊറോനയിൽ നിന്നുള്ള 20ഓളം പള്ളികളിൽ നിന്നും 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് എൻലൈറ്റ് 2025 ക്യാമ്പ് സംഘടിപ്പിച്ചു. വെള്ളൂർ മേരി ഇമാക്കുലേറ്റ് ചർച്ചിൽ രാവിലെ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം ചർച്ച് ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മുതൽ 6 വരെ നടന്ന ക്ലാസ് തൃശൂർ നാഷണൽ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ CD വർഗീസ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ നിതിൻ ഡേവിസ് എന്നിവർ നയിച്ചു. 400-ലധികം കുട്ടികളും അധ്യാപകരും സിസ്റ്റർമാരും വൈദികരും ചടങ്ങിൽ പങ്കെടുത്തു. ഈ എൻലൈറ്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് 20ഓളം പള്ളികളിൽ നിന്നുള്ള 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. എൻലൈറ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വയം പ്രകാശിക്കുക എന്നുള്ളതാണ്. ഇവരുടെ ജീവിതത്തിൽ യൗവനകാലത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇവിടെ നടക്കുക. ശാരീരികമായും മാനസികമായും ആന്തരികമായും ഇവർക്ക് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുകയും പ്രത്യേകിച്ച് ലൈംഗിക കാര്യങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥമായ ശാസ്ത്രീയ വീക്ഷണത്തിലൂടെയുള്ള ഒരു പഠനവും അതോടൊപ്പം ഇവർ വഴിതെറ്റിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചയുമാണ് ഇവിടെ നടക്കുക. കാറ്റഗിസം അധ്യാപകരും അതുപോലെ തന്നെ വൈദികരും ഉൾപ്പെടുന്ന ഈ പഠന ശിബിരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ വേണ്ടി ക്ലാസുകൾ നയിക്കുന്നത് ഡോക്ടർ CD വർഗീസും അസിസ്റ്റന്റ് ഡയറക്ടറായ നിഖിൽ ഡേവിസ് എന്ന വൈദികനുമാണ്. ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗവനകാലത്തിൽ ഇവർ നല്ല വ്യക്തികളായി സമൂഹത്തിന് സേവനം ചെയ്യുന്ന നല്ല മക്കളായി വളരുകയും ജീവിതത്തിലെ സെക്ഷൽ പരമായും മയക്കുമരുന്നിൻ്റെയും പിടിയിൽ പെടാതിരിക്കാൻ മയക്കുമരുന്നിൻ്റെ ഒരു ബോധവൽക്കരണ ക്ലാസ്സുകൾ കൂടിയാണ് ഈ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. സ്ഥിരം മോഷ്ടാവ് പാലാ പോലീസിൻ്റെ പിടിയിൽ. കരുമാടി എന്ന് വിളിക്കുന്ന ഇടുക്കി ദേവരുപാറ പാലൊന്നിൽ പ്രദീപ് കൃഷ്ണൻ എന്നയാളെയാണ് പാലാ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വെളുപ്പിന് പാലാ പുലിയന്നൂർ ക്ഷേത്രത്തിൻ്റെ റോഡ് സൈഡിലുള്ള കാണിക്ക വഞ്ചി കുത്തി തുറന്ന് 6000 രൂപയോളം മോഷണം നടത്തിയിരുന്നു. പാലാ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ SHO പ്രിൻസ് ജോസഫിൻ്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ബിജു ചെറിയാൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിജോമോൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ അനൂപ് സിജി, ജോസ് ചന്ദർ എന്നിവർ ചേർന്നാണ് പിടികൂടിയത്. ഇയാൾ വിവിധ സ്റ്റേഷനുകളിലെ ഒട്ടേറെ മോഷണ കേസുകളിലെ പ്രതിയാണ്. വായനയുടെ നന്മ പകരാൻ പുസ്തകവണ്ടിയുമായി മല്ലപ്പള്ളി CMS സ്കൂൾ. പുസ്തകവണ്ടിയുടെ ഉദ്ഘാടനം മാത്യു ടി തോമസ് MLA നിർവഹിച്ചു. പുതിയ തലമുറയെ വായനയ്ക്ക് പ്രേരിപ്പിക്കുകയാണ് പുസ്തകവണ്ടിയുടെ ലക്ഷ്യം. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NSS എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വായിക്കുവാൻ പുസ്തകം നൽകുകയും 2 ആഴ്ച കഴിഞ്ഞ് ആസ്വാദനക്കുറിപ്പ് എഴുതി പുസ്തകം തിരികെ വാങ്ങുന്ന പദ്ധതിയാണിത്. പുസ്തകവണ്ടിയുടെ ഉദ്ഘാടനം മാത്യു ടി തോമസ് MLA നിർവഹിച്ചു. വായനയിലൊരു താല്പര്യം ദൗർഭാഗ്യവശാൽ കുറഞ്ഞു വരിക. പ്രധാനമായും നമ്മുടെ TV എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ സജീവമായപ്പോൾ വാർത്തകളെല്ലാം
അറിയാൻ മറ്റു മാർഗങ്ങൾ വന്നപ്പോൾ വായന, വാർത്തകൾ മാത്രമല്ല പുസ്തക വായനയും കുറഞ്ഞു വരികയാണ്. ഭാഷയുടെ മേലൊരു പ്രാവീണ്യം സിദ്ധിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്താൽ പോരാ, TV കണ്ടാൽ പോരാ, കൃത്യമായി അക്ഷരങ്ങൾ തന്നെ വായിച്ച് വളരേണ്ട ആവശ്യമുണ്ട്. പ്രിൻസിപ്പൽ ബാബു മാത്യു അധ്യക്ഷനായിരുന്നു. മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ, ഓട്ടോകാസ്റ്റ് ചെയർമാൻ അലക്സ് കണ്ണമല്ല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു സുഭാഷ്, ലൈല അലക്സാണ്ടർ, CN മോഹനൻ, സുധികുമാർ, ഗേറ്റ്സ് ക്യാപ്റ്റൻ അശ്വതി അലക്സ് എന്നിവർ പ്രസംഗിച്ചു. നാൻസി രാജൻ, ഷീന എലിസബത്ത്, റോഷ്നി കോശി, ബിന്ദു PG എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. സിഗരറ്റ് വാങ്ങാനെന്ന വ്യാജേന കടയിലെത്തി സ്വർണവും പണവും കവർന്നു. കൂത്താട്ടുകുളം മില്ലുംപടിയിൽ വലിയ വിരിപ്പ് ജംഗ്ഷനിൽ പെട്ടിക്കട നടത്തിവരുന്ന മുളന്താനത്ത് അമ്മുകുട്ടി ഗോപാലൻ്റെ 2 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും 25,000 രൂപയും അടങ്ങിയ സഞ്ചിയുമാണ് കളവ് പോയത്. രാവിലെ 6:30 കട തുറക്കുന്ന സമയത്ത് സിഗരറ്റ് വാങ്ങാനെന്ന വ്യാജേന ബൈക്കിൽ കടയിൽ എത്തിയ യുവാവ് സിഗരറ്റ് ആവശ്യപ്പെടുകയും തന്ത്രപരമായി പണവും സ്വർണവും അടങ്ങിയ സഞ്ചിയുമായി കടന്നു കളയുകയായിരുന്നു. മോഷണം നടത്തിയതിൻ്റെ തലേദിവസവും ഈ യുവാവ് കടയിലെത്തിയിരുന്നു എന്ന് സ്ഥാപന ഉടമ അമ്മുകുട്ടി ഗോപാലൻ പറഞ്ഞു. കൂത്താട്ടുകുളം പോലീസ് സ്ഥലത്തെത്തി സമീപത്തുള്ള CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ഞാനിവിടെ കട തുറന്നു കഴിഞ്ഞപ്പോഴത്തേനൂടെ ഒന്ന് 5 സിഗരറ്റ് ചോദിച്ചു. 5 മിനി വിൽസ് തരാൻ പറഞ്ഞു. അപ്പം ഞാൻ കയറി സിഗരറ്റ് എടുത്തോണ്ടിരുന്നപ്പം അവൻ ഇവിടം വരെ കയറി വന്നു. എത്ര മണിയായപ്പോൾ? ഒരു 6:30 ആയി കാണും. 6:30 കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കയറി വന്നേച്ച് ഇവിടെ വന്നേച്ച് അവൻ പറഞ്ഞു, ഞാൻ പൈസ എടുത്തില്ല, സിഗരറ്റ് വേണ്ട എന്നും പറഞ്ഞ് അവനങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പം എൻ്റെ ഞാൻ കൊണ്ടുവന്ന സഞ്ചി ഇവിടെ ഈ മേശപ്പുറത്താകത്ത്. സഞ്ചിക്കകത്ത് മൊബൈല്, പിന്നെ പേഴ്സ്, മാല, പിന്നെ ഒരു എമർജൻസി, ഒരു ടോർച്ച്, ഒരു കുപ്പി, ഈ സ്റ്റീലിൻ്റെ കുപ്പി വെള്ളം കൊണ്ടുപോകണേ, പിന്നെ ഒരു ചോറ്റുപാത്രം പോലത്തെ ഒരു പാത്രം. സ്വർണ്ണമാലയായിരുന്നു. അത് തന്നെ 2 പവൻ മെച്ചമുള്ള മാലയാണ്. പിന്നെ നമുക്ക് പൈസ പൈസ ഒരു 2,500 രൂപയുടെ മുകളിൽ കാണും. തിരുവല്ല കുന്നന്താനം പഞ്ചായത്തിലെ 13, 24, 15 വാർഡുകളിൽ 1.25 കോടി രൂപ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയ റോഡുകൾ നാടിന് സമർപ്പിച്ചു. റോഡുകളുടെ ഉദ്ഘാടനം മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി സതീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK മധുസൂദനൻ നായർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാത്യു VC, മിനി ജനാർദ്ദനൻ, സ്മിത വിജയരാജൻ, ഈശ്വരി VS, CPM ലോക്കൽ സെക്രട്ടറി SV സുബിൻ, LDF പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ S രാജേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ സംസ്ഥാന ഗവൺമെൻറ് 1000 കോടി രൂപയാണ് നീക്കിവെച്ചത്. നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയും ഓരോ പഞ്ചായത്തിൽ നിന്നും 2 റോഡുകൾ എടുത്തപ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്നും 4 റോഡുകളാണ് അതിനായിട്ട് എടുത്തത്. 70 ലക്ഷം രൂപയാണ് അതിന് പ്രത്യേകമാക്കി വെച്ചത്. അതിലൊന്നാണ് നമ്മുടെ തൊട്ടപ്പടി മൈലമറ്റ ചിറ്റങ്ങണ റോഡിൻ്റെതായ 25 ലക്ഷം രൂപയും, മടത്തിക്കാവ് നടക്കൽ റോഡിന് വേണ്ടി 20 ലക്ഷം രൂപയും, മുണ്ടുകണ്ടം പൊളയൽപ്പടി റോഡിന് വേണ്ടി 15 ലക്ഷം രൂപയും, പാറാങ്കൽ കുരിശ്ശേരി വെങ്കോട്ട റോഡിന് വേണ്ടി 20 ലക്ഷം രൂപയും മാറ്റിവെച്ചു. മുഖം ഗ്ലോബൽ മാഗസിൻ ഏർപ്പെടുത്തിയ 2024-25 സേവന ശ്രേഷ്ഠ പുരസ്കാരത്തിന് കറുകച്ചാൽ ട്രാവൻകൂർ ഫൗണ്ടേഷൻ ചെയർമാൻ ജിജി ഫിലിപ്പ് അർഹനായി. റിട്ടയർഡ് DGP ഋഷിരാജ് സിംഗ് പുരസ്കാരം സമ്മാനിച്ചു. കോവിഡ് കാലത്ത് ആഗോളതലത്തിൽ ആരംഭിച്ച സാംസ്കാരിക സാഹിത്യ മാസികയായ മുഖം ഗ്ലോബൽ മാഗസിൻ കഴിഞ്ഞ 2 വർഷമായി മാധ്യമരംഗത്തും ജീവകാരുണ്യ രംഗത്തും പ്രവർത്തിക്കുന്ന പ്രവാസികൾക്ക് പുരസ്കാരം നൽകിയിരുന്നു. ഈ വർഷം മുതൽ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്കും പുരസ്കാരം നൽകുവാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണ്
ട്രാവൻകൂർ ഫൗണ്ടേഷന്റെ ചെയർമാൻ ജിജി ഫിലിപ്പിനെ പരിഗണിച്ചത്. കറുകച്ചാൽ, കോട്ടയം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ സീനിയർ സിറ്റിസൺസിനായി എല്ലാ സൗകര്യങ്ങളോടും കൂടി ആരംഭിച്ച വീടുകളുടെ സമുച്ചയമാണ് ട്രാവൻകൂർ ഫൗണ്ടേഷൻ ലിവിംഗ് സിസ്റ്റം. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനൊപ്പം നിരവധി സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ജിജി ഫിലിപ്പ് നേതൃത്വം നൽകുന്നു. റിട്ടയർഡ് DGP ഋഷിരാജ് സിംഗ് ജിജി ഫിലിപ്പിന് പുരസ്കാരം സമ്മാനിച്ചു. നമ്മുടെ പ്രശ്നം പറഞ്ഞു വെച്ചാൽ നമ്മുടെ മക്കള് ഇപ്പൊ നമ്മുടെ നോക്കലില്ലാതാണ് ഇപ്പൊ ഒരു മൊത്തം ഇന്ത്യ രാജ്യത്തിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു കാര്യം. അത് നേരത്തെ ഇല്ലായിരുന്നു. 10-20 വർഷം, ഒരു 15 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഇതിന്റെ വ്യാപകത ഒരുപാട് കൂടിയിട്ടുണ്ട്. പത്രങ്ങളൊക്കെ വായിച്ചാൽ ഇപ്പൊ മനസ്സിലാക്കുന്നത് 30% ഇപ്പൊ പെൺകുട്ടികൾ കല്യാണം ചെയ്യണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അവരോട് ചോദിച്ചു, എന്താ ഈ 30% പെൺകുട്ടികൾ നിങ്ങൾ എന്താ കല്യാണം ചെയ്യൂല എന്ന തീരുമാനമെടുക്കാനുള്ള കാരണം? അവർ പറയുകയാണ്, ഈ കല്യാണം ചെയ്യുമ്പോൾ നമുക്ക് കുട്ടികളൊക്കെ പിന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. പക്ഷെ ഈ കുട്ടികൾ നമ്മുടെ വയസ്സായ സമയത്തിൽ ഇപ്പോൾ കുട്ടികൾ നമ്മുടെ കാര്യം നോക്കുമില്ലാതെ ഇപ്പോൾ ഏതായാലും ഉറപ്പായി വന്ന സ്ഥിതിക്ക് പിന്നെ എന്തിന് കല്യാണം, പിന്നെ എന്തിന് കുട്ടികൾ, അങ്ങനെ ഒരു ധാരണ ഇന്ത്യ രാജ്യത്തിൽ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട്. ട്രാവൻകൂർ ഫൗണ്ടേഷനിൽ നടന്ന ചടങ്ങിൽ ലഹരിമുക്ത കേരളം കോർഡിനേറ്ററും കഥാകൃത്തുമായ ബി ഹരികുമാർ അധ്യക്ഷനായിരുന്നു. ട്രാവൻകൂർ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ രേണു എബ്രഹാം വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ജെയിംസ് ചെട്ടിയാത്ത് രചിച്ച ആത്മസഖി എന്ന പുസ്തകം ചടങ്ങിൽ ഋഷിരാജ് സിംഗ് പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ കോരസൻ വർഗീസ് പുസ്തകം ഏറ്റുവാങ്ങി. മുൻ ഫൊക്കാന ജനറൽ സെക്രട്ടറിയും ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തകനുമായ ഡോക്ടർ മാമൻ സി ജേക്കബ്, ഫൊക്കാന മുൻ പ്രസിഡന്റ് ജോർജി വർഗീസ്, എഴുത്തുകാരി സരോജ വർഗീസ്, ഫ്ലോറിഡ കൈരളി ആർട്സ് ക്ലബ് പ്രസിഡന്റ് വർഗീസ് ജേക്കബ്, സാഹിത്യകാരന്മാരായ കോരസൻ വർഗീസ്, ജെയിംസ് ചെട്ടിയാത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മുഖം ഗ്ലോബൽ മാഗസിൻ എഡിറ്റർ അനിൽ പെണ്ണുക്കര, ഫിലിപ്പ് കെ ജോൺ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.